നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് ആൻഡ് സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൃഷിയെടുത്തത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കുറേ ആയില്ലേ കൃഷീൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് 2-3 വീഡിയോസ് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു പച്ചപ്പയർ പറിക്കുന്നത്, നല്ല നീട്ടമുള്ള വയലറ്റ് കളറ് പയറൊക്കെ പറിക്കുന്നത്. അപ്പം അത് ഏകദേശമൊക്കെ പറിച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഈ കാറ്റ് ഭയങ്കരമായിട്ട് അടിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇലയൊന്നും അധികം നിൽക്കുന്നില്ല, അതായത് അതിനധികം വളരാൻ സമ്മതിക്കുന്നില്ല കാറ്റ്. അപ്പം ഏകദേശം അതിൻ്റെ വിളവൊക്കെ ആ ഒരു ചെടി നമുക്ക് തന്നു. ഇപ്പം അത് ഉണങ്ങി പോയിട്ടുണ്ട്, അതായത് ഏകദേശം ഒക്കെ കരിഞ്ഞുണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് നമുക്ക് പുതിയ വിത്തുകൾ അവിടെ നടാന്ന്. ഒരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ പിന്നെയും അപ്പം നമുക്ക് അതിന്ന് പയറൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കൃഷിയിടത്തിൽ കുറച്ച് പണികളുണ്ട്, പയർ വിത്തൊക്കെ നമുക്ക് നടണം. അപ്പം അതിന് മുന്നോടിയായിട്ട് നേരെ ഇപ്പം രാവിലെ ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് നേരെ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മസാല ദോശയാണ് കേട്ടോ. അപ്പം മസാല ദോശ ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നിങ്ങളും കൂടെ പോരും. അപ്പം ഇന്നത്തെ ഒരു വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മളെ കിച്ചണിൽ തമാല പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തങ്കൂനുള്ള ചോറ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ വെള്ളം ചൂടാക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് കുളിക്കാനൊക്കെ ഉള്ളത്. ഇവിടെ ഭയങ്കര തണുപ്പാണ്, അപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കിയിട്ടാണ് കേട്ടോ കുളിക്കാറുള്ളത്. ആക്ച്വലി ഈ വീട്ടിൽ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് സോളാർ ലൈറ്റാണ്. ഇവിടേക്ക് കറണ്ട് എത്തിയിട്ടില്ല, കാരണം നമ്മൾ കുറച്ച് ഉള്ളേരിയയിലായതുകൊണ്ട് ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സോളാർ ലൈറ്റാണ്, സോളാർ എനർജിയാണ് ഉപയോഗിക്കുന്നത്. സോളാർ ആണെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതായത് അതിൽ ഉപയോഗിക്കാൻ പറ്റാത്തത് നമ്മുടെ ഹീറ്റർ, ഇൻഡക്ഷൻ കുക്കർ, അതുള്ളൂ കേട്ടോ ഉപയോഗിക്കാൻ പറ്റാത്തത്. അതുപോലെ തന്നെ അയൺ ബോക്സ് ഉപയോഗിക്കാൻ പറ്റില്ല. ബാക്കി ഫ്രിഡ്ജും ബാക്കി ഡിസ്പെൻസർ, വാട്ടർ ഡിസ്പെൻസറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. മിക്സി, ഫ്രിഡ്ജൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ സോളാർ എനർജിയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ വീടിൻ്റെ മുകളിൽ ഈ കോമ്പൗണ്ടിലെ എല്ലാ വീടിൻ്റെ മുകളിലും സോളാർ പാനൽ ഉണ്ട് കേട്ടോ. ഇപ്പം അവിടെ സൈഡിൽ കൂടി ആയിട്ട് ഇലക്ട്രിക്കൽ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതായത് പോസ്റ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം വൈകാതെ നമുക്ക് കറണ്ടൊക്കെ വരും കേട്ടോ. പക്ഷേ ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സോളാർ ലൈറ്റാണ്, അതായത് സോളാർ എനർജി ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കുടിക്കാനുള്ള വെള്ളമൊക്കെ നമ്മൾ ചൂടാക്കണത് കേട്ടോ. അപ്പോൾ ഇത് വെള്ളമൊക്കെ ചൂടായി കഴിഞ്ഞ ശേഷം വേണം നമുക്ക് ദോശ ഉണ്ടാക്കാൻ. അപ്പോൾ ഇവിടെ പാത്രം കഴുകണ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടാവും കേട്ടോ, ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നല്ലേ. അപ്പം ഞാനൊന്ന് നമ്മുടെ കൃഷിത്തോട്ടം കാണിച്ചു തരാം, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത്. ഇതുപോലെ തന്നെ നമ്മുടെ സൂര്യൻ കുറച്ച് ഉയർന്ന് വന്നിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഹൈറ്റിലെത്തിയിട്ടുണ്ട്, ഉയർന്ന ഹൈറ്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ പച്ചമുളകൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പച്ചമുളകിന് ഇപ്പോൾ ഒരു ക്ഷാമവും, നമുക്ക് ഒരുപാട് പച്ചമുളക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ചെറുതാണ് കേട്ടോ. ഈ ഒരു സെക്ഷൻ പച്ചമുളക് ഭയങ്കര എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ 1-2 പറിക്കാറുള്ളൂ, ഭയങ്കര എരിവായതുകൊണ്ട്. പിന്നെ ഇതാണ് ഞാൻ ഉണങ്ങിപ്പോയി എന്ന് പറയുന്നത് നമ്മുടെ പയറിൻ്റെ ഏരിയ. ഇത് കണ്ടോ, പയർ കണ്ടോ ഉണങ്ങിയത്. ഇലകളൊന്നും പിടിക്കാൻ ഇവിടുത്തെ കാറ്റ് സമ്മതിക്കുന്നില്ല, ഇലകളൊക്കെ പോയി കണ്ടില്ല. ഉണങ്ങിയെന്ന് വെച്ചാൽ തണ്ട് പച്ചയാണ്, ഉണങ്ങിയിട്ടില്ല. തണ്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇലകളില്ല. ചില ഭാഗങ്ങളൊക്കെ ഉണങ്ങിപ്പോണ്ടോ, ഇലയൊക്കെ ഉണങ്ങിയതുണ്ടോ. ഇത് കാറ്റുകൊണ്ട് മാത്രമല്ല, ഇത് എന്തുകൊണ്ടാണ് കറക്റ്റ് എനിക്കും അറിയില്ല കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ ഒരു അറിവിൽ കാറ്റെന്ന് പറയുന്നത്, അതായത് ഇല പിടിക്കാത്തത് കാറ്റിനും കൊണ്ട് ആണ് കേട്ടോ. കാറ്റ് ഭയങ്കരമായിട്ടുള്ളതുകൊണ്ടാണ്. തണ്ടൊക്കെ ഉണങ്ങിപ്പോയത് എന്താണെന്നറിയില്ല, ചിലപ്പോൾ മണ്ണിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സെക്ഷനിലുള്ള എല്ലാം ഒന്നും ഉണങ്ങിയിട്ടില്ല. അതാ ഈ ഒരു ചെടിയിൽ ഇവിടെ ഒരു പയർ നിൽക്കുന്നുണ്ട് കണ്ടോ, പയറുണ്ട്. ചിലതിൽ പയറുണ്ട്, ചിലതിൽ പയറില്ല. പിന്നെ തക്കാളിയൊക്കെ ആണെങ്കിലും കുറേ നമ്മൾ പറിച്ചു, ഞാൻ കുറച്ചുള്ളൂ ഇതിൽ. അപ്പം ഈ ഒരു ഏരിയ നമുക്കിത് നന്നാക്കി എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു ബെഡും അതേപോലെ തന്നെ ഈ ഒരു ബെഡും എന്താ പറയുക, നമ്മുടെ പച്ചപ്പയറിൻ്റെ തൈയൊക്കെ ഉണങ്ങിപ്പോയി കണ്ടോ. അപ്പം ഇന്ന് പയർ നടുമെന്ന് അറിയില്ല, പക്ഷെ ഇന്ന് മണ്ണൊക്കെ ഇളക്കിയിട്ട് ഇതിൽ കുറച്ച് ചാരും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് മണ്ണിനെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. ഇപ്പോൾ വെറും കോല് മാത്രമേ കാണാനുള്ളൂ, അതിലുള്ള എന്താ പറയുക പച്ചപ്പയറിൻ്റെ വള്ളികളൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ പയറിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ. ഇതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് ഇവിടെ നിന്ന് ശരിയാക്കണം എന്നാട്ടോ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ പുതുതായിട്ട് വെള്ളരീൻ്റെ വിത്ത് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലുതായി വരുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്ത രീതിയിൽ.
ഈ ഒരു ബെഡിൽ. ഇവിടെ ഞാൻ ആദ്യം നട്ടിരുന്നതേ അത് നമ്മളെ വേസ്റ്റ് ഇടുന്ന ബോക്സാണ് കേട്ടോ, നമ്മൾ അടച്ച് വെച്ചേക്കുന്നത്. കുറച്ച് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാറ്റിയിട്ടോ വേസ്റ്റ് ഇടുന്ന ബോക്സ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഒരു പഴയ ബക്കറ്റ്, അടപ്പുള്ളൊരു പഴയ ബക്കറ്റ് നമ്മൾ വേസ്റ്റ് ഇടാൻ വേണ്ടി മാത്രം വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇപ്പം എന്താ ഞാൻ പറഞ്ഞു വന്നതാ, ഈ ഒരു ബെഡിൽ ആദ്യം ഉണ്ടായിരുന്നത് പയറായിരുന്നു. പയറിൽ കുറേ ചാഴി വരികയും അതിൻ്റെ അടിഭാഗം പെട്ടെന്ന് ഉണങ്ങി ചീഞ്ഞ് പോകും, ഉണങ്ങിയിട്ട് പിന്നെ ചെയ്യുക, അങ്ങനെയായിരുന്നു കേട്ടോ ആ ഒരു പയറിൻ്റെ. അപ്പം ഞാനതെല്ലാം പറിച്ചു കളഞ്ഞ്, അങ്ങനെ ഒരുപാട് ചാഴി വന്ന് ആ പയറിനെ നശിപ്പിച്ചിരുന്നു. അപ്പോൾ ഒക്കെ പറിച്ചു കളഞ്ഞു കേട്ടോ. ഇപ്പോഴല്ല, കുറേ മുന്നേട്ടോ, നമ്മൾ നട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആ പ്രശ്നം വന്നിട്ട് പറിച്ചു കളഞ്ഞു. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അത്. പിന്നെ ഇത് കണ്ടോ കോവൽ, ഈ ഒരു കോവക്കൊക്കെ ഉണ്ടല്ലോ വള്ളി കയറിയതിന് ശേഷം പിന്നെ അത് ഉണങ്ങിപ്പോയെന്ന് കേട്ടോ. ഈ മുള്ളിൻ്റെ കണ്ടോ, ഈ ഒരു ഫെൻസിങ്ങിൻ്റെ ഈ ഭാഗവും ഇതിന് മൂർച്ചയുള്ള ഭാഗമാണ്. അപ്പം നമ്മുടെ വള്ളിയൊക്കെ ഇതിലങ്ങനെ പടർന്ന് കയറുമ്പോൾ കാറ്റടിക്കുമ്പോൾ ഈ തണ്ട് ഇതിൻ്റെ ഈ ഇതിൽ പെട്ടിട്ട് എന്താ പറയുക മുറിയുമല്ലോ, തണ്ട് മുറിഞ്ഞിട്ട് അതൊക്കെ വള്ളി ഉണങ്ങിപ്പോയെന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം, അതിൻ്റെ ഈ ഒരു ചോട് ഭാഗം വെച്ചിട്ടാണ് മുറിച്ചു കൊടുത്തു കേട്ടോ. ഇപ്പം കണ്ട ആ ഒരു ചെറിയ അടിഭാഗത്തുള്ള സാധനത്തിൽ നിന്ന് ഇപ്പം കോവലിൻ്റെ വള്ളിയൊക്കെ പൊട്ടി തേർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഓരോ കമ്പും കാര്യങ്ങളൊക്കെ കുത്തി കൊടുക്കണം. ഇവിടെ മാത്രമല്ല, അതെ ഈ ഒരു കോവലിൻ്റെ ആണെന്നുണ്ടെങ്കിലും കാണിച്ചു തരാം. കണ്ടോ ചെറിയ വള്ളികൾ വന്നിട്ടുണ്ട് ഈ ഒരു കോവലിന്. കോവൽ അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോവില്ല കേട്ടോ. അപ്പോൾ വള്ളിയൊക്കെ കേടായി പോവുകയാണെങ്കിലും നമ്മൾ കുറച്ച് താഴെ വെച്ച് മുറിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിന് ഇങ്ങനെ തെളിവ് വന്നങ്ങാണ്ട് കോവൽ പിന്നെയും ഉണ്ടാകും കേട്ടോ. അതാണ് കോവലിൻ്റെ പ്രത്യേകത. പിന്നെ അതുമല്ല, ഈ കോവലിൻ്റെ പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല, ഇനി എല്ലാ കോവലും ഇങ്ങനെയാണെന്ന് അറിയില്ല. ഇത് വള്ളി കയറി കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇതിൽ കായ്കൾ ഉണ്ടാകാൻ തുടങ്ങും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇവിടുന്ന് ഇപ്പോൾ വള്ളി ഇപ്പോൾ വന്നതേ ഉള്ളൂ. ദേ 2 കോവക്ക ഉണ്ടോ ഇതിൽ കിടക്കണേ. ഇതാണ് ഇവിടുത്തെ എല്ലാ കോവക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും, എനിക്ക് കറക്റ്റായില്ല. കാരണം ഞാൻ നാട്ടിൽ നിന്ന് കൃഷിയൊന്നും ചെയ്തിട്ടുണ്ടെന്നില്ല, ഇവിടെ എത്തിയിട്ടാണ് ഞാൻ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. നമ്മളുള്ളത് പോലെ പറയണല്ലോ. അപ്പോൾ ഉണ്ടല്ലേ കോവക്ക ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ. ഇതിനൊക്കെ വള്ളിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം, ഒന്ന് ശരിയാക്കണം കോവക്കേന്. പിന്നെ വേറൊരു സന്തോഷം കാണിക്കാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്വീറ്റ് കോണിൻ്റെ ആ ഒരു കോണൊക്കെ നന്നായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അമരപ്പയർ കണ്ടോ, ഇതിൽ ഒരുപാട് അമരപ്പയർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കുറച്ചൊക്കെ മൂത്തത് നമുക്ക് വിത്തിന് നിർത്താം. ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അമരപ്പയർ, ഇത് നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു അമരപ്പയറിൻ്റെ വിത്തായിട്ട് എനിക്ക് കിട്ടിയത്. ഇതെല്ലാം ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ള വിത്താണ്. ആ മേടിച്ച വിത്തിൽ എനിക്ക് നഷ്ടം വന്നത് എന്താ വെച്ചാൽ ഈ പയർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിളവ് തന്നിട്ടില്ല. അതേപോലെ തന്നെ ചതുരപ്പയർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ചതുരപ്പയർ ചിലത് മാത്രം മുളച്ച് കുറച്ച് ഹൈറ്റ് എത്തുമ്പോൾ അത് വീണ്ടും കേടായി പോകും. അപ്പം ആ ചതുരപ്പയറും പയറുമാണ് എനിക്ക് വലിയൊരു ഇതായിട്ട് തോന്നാത്തത്. ബാക്കിയൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ തക്കാളിയൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. ഇതൊക്കെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പഴുത്ത് തുടങ്ങി. ചില വിത്തുകൾ മാത്രം നല്ലതല്ലായിരുന്നു കേട്ടോ. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ കൃഷിയിടത്തിൻ്റെ കോലം കണ്ടില്ലേ. അപ്പം നമുക്ക് വേഗം നമ്മുടെ രാവിലത്തെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കൃഷിയിടത്തേക്ക് ഇറങ്ങണം, അധികം വെയിലാവണതിന് മുന്നേ. അപ്പം നേരെ നമുക്ക് നമ്മുടെ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പം ഇതേ നമുക്ക് നമ്മുടെ മസാല ദോശ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. മസാല ദോശ ഉണ്ടാക്കാനുള്ള എല്ലാ പച്ചക്കറികളും അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. പെട്ടെന്ന് നമുക്കൊരു മസാല ദോശ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പയറിൻ്റെ ഒക്കെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായിട്ടുണ്ട്, കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. ഈ ഹാഫായിട്ടുള്ള ഉഴുന്ന് കിട്ടും. ഇതിപ്പോൾ ഫുൾ ഉഴുന്നാണ്, അതായത് പൊട്ടാത്ത ഉഴുന്ന് കാണുന്നുണ്ടെങ്കിൽ. പൊട്ടാത്ത ഉഴുന്നാണ്, പൊട്ടിയിട്ടുള്ള ഇങ്ങനെ 2 പീസായിട്ടുള്ള ഉഴുന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും. അതാണ് ഒന്നും കൂടി ബെറ്റർ. ഞാൻ പിന്നെ ഇട്ടാൽ നമുക്കിങ്ങനെ മസാല ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടണം. അപ്പം കുറച്ച് ഉഴുന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ, ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഒരു ഇച്ചിരി ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്. അപ്പം നമ്മുടെ ഉഴുന്നൊക്കെ ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഉള്ളി ചോപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്ലൈസ് ചെയ്തിട്ടൊക്കെ ചേർക്കാം. ഞാനിവിടെ ചോപ്പ് ചെയ്ത ഉള്ളിയാണ് ചേർക്കണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിൽ ഉള്ളി ഒരുപാട് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി, ഒരുപാട് സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ കിഴങ്ങും ഒരു ക്യാരറ്റും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കണം. ഇത് മറ്റേ ഐറിഷ് പൊട്ടറ്റോ അല്ല കേട്ടോ, അതായത് ഒരു വയലറ്റ് കളർ പൊട്ടറ്റോ ഉണ്ടല്ലോ, അതല്ല. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അങ്ങനത്തെ വെള്ള കളർ പൊട്ടറ്റോ ആണ് കേട്ടോ. ക്യാരറ്റ് ഇടുന്ന ആൾക്കാരും ഉണ്ട് ഈ മസാലയിൽ, അതേപോലെ ക്യാരറ്റ് ഇടാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഈ കിഴങ്ങും ക്യാരറ്റും നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്താ പറയുക, ഈ മസാല ദോശയൊക്കെ ഭയങ്കര ടഫായിട്ടുള്ളൊരു പണിയാണെന്നാണ്. പിന്നെ ഇത് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് ഇത് അത്ര വലിയ ടഫൊന്നുമില്ല, വളരെ സിമ്പിളാണ്. നമുക്ക് ഈ റെസിപ്പീസ് അറിയാത്തപ്പോഴാണ് നമ്മളിത് വലിയ സംഭവമാണെന്ന് വിചാരിക്കുക, അതായത് കുറേ പണിയുള്ള സാധനമാണെന്ന് വിചാരിക്കുക. പക്ഷെ ഞാനൊക്കെ എന്ന് വെച്ചാൽ ആദ്യം അങ്ങനെ വലിയ പാചകം ചെയ്യുന്ന ആളൊന്നും ആയിരുന്നില്ല. ഇവിടെ വന്ന് പഠിച്ചതാണ്. ആദ്യം കല്യാണത്തിന് മുന്നേക്ക് ചെറുതായിട്ട് അറിയായിരുന്നു. തോരൻ, ചോറ്, മീൻ വറുത്തത്, അങ്ങനത്തെ ചെറിയ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അറിയാവുന്നല്ലോ. അത് ഈ പേര് കേട്ട ഭക്ഷണങ്ങൾ ഉണ്ടാവുമല്ലോ, ബിരിയാണി, നെയ്ച്ചോറ്, ചിക്കൻ കറി, എന്താ പറയുക, ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങൾ. അതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാട്ടോ ഞാൻ പഠിച്ചത്. ആദ്യം യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയും അത് ഫ്ലോപ്പാക്കും, എന്നാലും കഴിക്കും, പിന്നെ ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടാക്കി പിന്നെ പഠിച്ചു കേട്ടോ. പിന്നെ എൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ ഇന്നെ പൊക്കി പറയല്ല, എന്താ ഞാൻ ഇവിടെ വന്ന് കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പല കാര്യങ്ങളും ഓർമ്മ വരാൻ തുടങ്ങി. എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ അമ്മയാണെങ്കിലും എൻ്റെ അച്ഛമ്മയാണെങ്കിലും ഒക്കെ അവർ കുക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അന്നേരം നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ തലയിൽ ഫീഡ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. നമ്മളിപ്പോൾ എത്ര യൂട്യൂബൊക്കെ കണ്ട് ഉണ്ടാക്കാൻ പഠിച്ചാലും കുറേ കാര്യങ്ങളല്ലാത്തത് നമ്മൾ കണ്ടുപിടിക്കും നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ, എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ. അതൊക്കെ എനിക്ക് ഭയങ്കര ഉപകാരപ്രദമായിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് കണ്ടുപഠിച്ചിട്ടുണ്ടെന്നുള്ളത് ഇവിടെ എത്തിപ്പിക്കും മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് ഉടച്ചെടുക്കട്ടെ കേട്ടോ, കിഴങ്ങും ക്യാരറ്റും. എന്നിട്ട് വരാം. നമ്മുടെ ഉള്ളി ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്, ഒരുപാട് വഴണ്ടൊന്നുമില്ല, ഒരു പാകത്തിനായിട്ടുള്ളൂ. അതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയ പോലെ ആക്കണം. എന്നിട്ട് വേണം കിഴങ്ങൊക്കെ ഇടാൻ കേട്ടോ. എന്താ വെച്ചാൽ ആ മഞ്ഞൾപ്പൊടീൻ്റെ ആ കുത്തൽ നമുക്ക് വരില്ല, നല്ല ടേസ്റ്റിൽ മഞ്ഞൾപ്പൊടി നമുക്ക് കിട്ടും ചെയ്യും കണ്ടോ. ഞാനിങ്ങനെയാണ് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ചൂടാക്കും കേട്ടോ. നേരിട്ട് കിഴങ്ങിൻ്റെ മുകളിലേക്ക് ഇടുകയല്ല ചെയ്യുക, ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ചൂടാക്കും. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കിഴങ്ങും ക്യാരറ്റും ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ മസാലകളൊക്കെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആദ്യം നമ്മൾ ഈ കിഴങ്ങും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. എന്നിട്ട് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എങ്കിൽ നമുക്ക് അതിൻ്റെ തനതായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ, മസാലകൾ എല്ലായിടത്തും ഒന്നും ആവാൻ വേണ്ടിയിട്ട്. കാരണം കിഴങ്ങും ക്യാരറ്റൊക്കെ നമ്മൾ ഓൾറെഡി പുഴുങ്ങി വെച്ചതല്ലേ, അപ്പോൾ ഇനി വേവാനൊന്നും ഇല്ല. ഇനി നേരത്തെ പുഴുങ്ങി വെക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ സമയത്ത് കിഴങ്ങും ക്യാരറ്റ് ആഡ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി പുഴുങ്ങിയെടുക്കണം കേട്ടോ. പക്ഷെ നേരത്തെ നമ്മൾ പുഴുങ്ങി വെക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കേട്ടോ. ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ എല്ലായിടത്തും ആകും. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഒരു പാകത്തിലുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. നല്ല ഫ്രഷ് മല്ലിയിലയാണ് കേട്ടോ, നമ്മുടെ കൃഷിയിടത്തുനിന്ന് തന്നെ പറിച്ചതാണ്. ആരോ കഴിഞ്ഞ ഇതിൽ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മല്ലിയൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ കിളിപ്പിക്കാൻ പറ്റണമെന്ന്. മല്ലിയൊന്നും കിളിപ്പിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു പണിയില്ല. ജസ്റ്റ് മല്ലി മണ്ണിലിടുക. കുറച്ച് ദിവസം പിടിക്കുന്നുള്ളൂ അത് മുളച്ചെടുക്കാൻ. ഒരു 10-14 ദിവസം, 2 ആഴ്ചയൊക്കെ പിടിക്കും അത് മല്ലി കിളുത്ത് വരാൻ. ആ ഒരു ടൈം മാത്രം മതി. അത് കഴിഞ്ഞ് മല്ലി നന്നായിട്ടുണ്ടാവും. പിന്നെ വേണമെങ്കിൽ നമുക്ക് പറിച്ച് മാറ്റി നടാം. നല്ല ചാണകമൊക്കെ നന്നായിട്ട് അടിവളമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മല്ലി ഉണ്ടാവും കേട്ടോ. കുറച്ച് നാൾ അത് ഇനിയിപ്പം മല്ലി ഇലയ്ക്കല്ല, മല്ലി കൃഷിക്കാണെന്നുണ്ടെങ്കിൽ നമ്മളത് പറിക്കാതിരുന്നാൽ മതി. കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പൂവിടും. ഒരുപാട് മല്ലി ആ ചെടിയിലുണ്ടാവും കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി മല്ലി കൃഷിക്ക്. അപ്പോൾ നമ്മുടെ മസാല ദോശേൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ കിഴങ്ങ് മസാല റെഡിയായി. ഇനി ഞാനൊരു തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. തക്കാളി ചമ്മന്തി അല്ലെങ്കിൽ ഉള്ളി ചമ്മന്തി എന്നൊക്കെ നമുക്ക് പറയാം. അത് പ്രോപ്പറായിട്ട് എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല. ഞാൻ ഉണ്ടാക്കുന്ന ഒരു വേ എങ്ങനെയാണ്, എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം, അതേപോലെ തന്നെ ഉണക്കമുളക് ഉണ്ടല്ലോ നമ്മുടെ വറ്റൽമുളക് 2 എണ്ണം, പിന്നെ വലിയ ഉള്ളി, അതായത് ഉള്ളിയും തക്കാളിയും ഇങ്ങനെ ചെറുതാക്കി അരിയേണ്ട ആവശ്യമൊന്നുമില്ല, വലുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് പൊടിക്കാത്ത മല്ലി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പൊടിക്കാത്ത മല്ലി ഇടാത്തവർക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടിയും ചേർക്കാം. അപ്പോൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തിട്ട് ഇതിൻ്റെ ചൂടാറുന്ന വരെ വെക്കുക. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് പേസ്റ്റ് ആക്കി എടുത്താൽ മതി കേട്ടോ. നല്ല അടിപൊളി തക്കാളി ചമ്മന്തി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ചമ്മന്തി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ മസാല ദോശ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ദോശമാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പരത്താൻ പോവാണ് കേട്ടോ. ദോശ നല്ല റൗണ്ടിൽ നമ്മൾ പരത്തിയെടുത്തിട്ട്, അത്യാവശ്യം വലിയ മസാല ദോശ ആട്ടോ ഞാൻ ഉണ്ടാക്കാറ്. അങ്ങനെ പരത്തിയെടുത്തിട്ട് ജസ്റ്റ് ഇതൊന്നും അങ്ങോട്ട് ചൂടായി വരുമ്പോൾ മാവൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുമല്ലോ. ആ സമയത്ത് കുറച്ച് നെയ്യൊക്കെ ഇങ്ങനെ തൂവി കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് 2 സൈഡൊന്നും ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെയാണ് കേട്ടോ ഞാൻ മസാല ദോശ ഉണ്ടാക്കാറ്. ഇങ്ങനെ ഒരു സൈഡൊന്ന് ഫോൾഡ് ചെയ്യും, അതേപോലെ തന്നെ തൊട്ടപ്പുറത്തെ സൈഡൊന്നും നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ല ഫസ്റ്റത്തെ ഒരു മസാല ദോശ, നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ മസാല ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ല, ആദ്യത്തെ മസാല ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി മസാല ദോശ ആദ്യത്തെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. സാധാരണ നോൺ സ്റ്റിക്കിൽ നമ്മൾ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ, മസാല ദോശ നല്ല എന്തുണ്ടാക്കുമ്പോൾ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനിവിടെ കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, കഴിഞ്ഞ നമ്മുടെ മലാവി ഡയറിന്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും നമ്മൾ ദോശയും സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു ദോശപ്പാൻ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അത് സാധാരണ അടുപ്പിലില്ലേ നമ്മുടെ വിറകത്തിക്കുന്ന അടുപ്പ്, അതിൽ വെച്ചിട്ട് സംഭവം ഇതിന്റെ അറ്റൊക്കെ കേടാകുക, അതായത് ഒട്ടിപ്പിടിക്കുക. നമ്മുടെ ദോശ ചുട്ടിന്റെ ഇവിടെയൊക്കെ അറ്റത്ത് ഒട്ടിപ്പിടിക്കുക. സെന്റർ ഭാഗം കുഴപ്പമില്ല, അറ്റത്തിന്റെ ഈ ഭാഗം ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഒരു ചെറുതായിട്ട് നെയ്യ് തൂത്ത് കൊടുത്തിട്ടുള്ളത്. അന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ചെറുതായിട്ടൊന്ന് കേടുന്നതാണ്. പിന്നെ ഈ ഒരു നോൺ സ്റ്റിക്കിനെ പറ്റി പറയുകയാണെങ്കിലോ, നല്ല അടിപൊളി കാനൊക്കെ ഉള്ള നല്ല നോൺ സ്റ്റിക്കിന്റെ പാനാണ് കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഇവിടുന്ന് മേടിച്ചതാ. ഇവിടുന്ന് സന എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ട്. അത് ലിലോങ് അല്ല, നമ്മൾ ആദ്യം നിന്ന ആ ഭാഗത്ത് ഒരു സന എന്ന് പറയുന്ന വലിയ ഷോപ്പ് ഉണ്ടായിരുന്നു, സൂപ്പർ മാർക്കറ്റ്. അവിടുന്ന് മേടിച്ചതാണ് കേട്ടോ. നല്ല വെർട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു നോൺ സ്റ്റിക്കിന്റെ പാനാണ്. ഞാൻ ഉപയോഗിച്ചതിൽ ഏറ്റവും നല്ല പാനാണ് കേട്ടോ. പിന്നെ നല്ല കട്ടിയും ഒക്കെ ഉണ്ട്, ഇതുവരെ കേട് വന്നിട്ടില്ല. ഇപ്പൊ നമ്മള് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയപ്പോ ചെറുതായിട്ടൊന്ന് അറ്റത്ത് ഈ ഒരു അറ്റം ഭാഗത്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ എണ്ണ തൂത്തെടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ദോശയൊക്കെ ഉണ്ടാക്കാം. ഇതുണ്ടാക്കി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം കേട്ടോ കൃഷിന്റെ ഒരു ഇടത്തേക്ക് ഇറങ്ങാന്. ഇത് അത്യാവശ്യം വലിയൊരു ദോശപ്പാനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വലിപ്പത്തില് മസാല ദോശ ഉണ്ടാക്കാൻ പറ്റും. നല്ല നെയ്യാട്ടോ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഇന്ത്യൻ സ്പൈസിൽ നിന്ന് മേടിച്ച നെയ്യാണ്. നമുക്ക് കുറച്ചധികം മസാല ദോശ ഉണ്ടാക്കാം. സാധാരണ ഞാൻ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു കഴിക്കാൻ പാകത്തിന് ഉണ്ടാക്കിയിട്ട് ബാക്കിയൊക്കെ നോർമൽ ദോശ ആക്കാറാട്ടോ പതിവ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ മസാല കുറച്ച് അധികം ഉണ്ട്. ഞാൻ വിചാരിച്ചു നെല്ല് നമുക്ക് മസാല ദോശ ആക്കാന്ന്, തട്ട് ദോശ ആക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ബ്രൗൺ കളർ വരില്ലേ, ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ വെള്ളം നമ്മുടെ അരി പച്ചരി കുതിർക്കണ സമയത്ത് വെള്ളത്തിലിട്ട് വെക്കുമല്ലോ, ആ സമയത്ത് വേറെ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ ഇട്ടിട്ട് നമ്മൾ പച്ചരിയൊക്കെ അരക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗോൾഡൻ കളർ കിട്ടും കേട്ടോ. ഇന്ന് ഞാൻ മസാല ദോശ ഉണ്ടാക്കിയപ്പോൾ ഉലുവയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പച്ചരിയും ഉഴുന്നും പിന്നെന്താ കുറച്ച് ചോറും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതല്ല ഇങ്ങനത്തെ ബ്രൗൺ കളർ കിട്ടണമെങ്കിൽ നമുക്ക് ഉഴുന്ന് ചേർക്കാം, അതേപോലെ തന്നെ അവില് ചേർക്കാം ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ചോറ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതേ നല്ല പെർഫെക്റ്റ് മൊരിഞ്ഞ മസാല ദോശ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ.
നല്ല നമ്മൾ ശരിക്കും മസാല ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ ഉണ്ടാക്കി എടുത്ത് വെക്കരുത്, ഉണ്ടാക്കുക അപ്പം തന്നെ കഴിക്കുക, അങ്ങനത്തെ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കാൻ. പക്ഷെ ഞാനിവിടെ അരഞ്ഞേട്ടിനെ വെയിറ്റ് ചെയ്യണേ കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്ത് വെക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ 1-2 ദോശ ഉണ്ടാക്കി കഴിച്ചാൽ മതി കേട്ടോ. അന്ന് നല്ല ക്രിസ്പി ആയിട്ടും ചൂടായിട്ടും നമുക്ക് മസാല ദോശയോ ഏത് ദോശ ഇങ്ങനെ മസാല ദോശയൊക്കെ ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ട് നല്ല വെള്ള ചട്നി, തേങ്ങാ ചട്നിയും ചുമന്ന തക്കാളി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അരഞ്ഞേട്ടൻ ചാടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അരഞ്ഞേട്ടൻ ചേച്ചീനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അരഞ്ഞേട്ടന് സിബ്ലിങ്സ് ആയിട്ട് ചേച്ചിയും അനിയനാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതേ നമ്മുടെ നല്ല അടിപൊളി മസാല ദോശയും തക്കാളി ചട്നിയും നല്ല എരിവുള്ള വെള്ള തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഞാനും ഭക്ഷണം കഴിക്കട്ടെ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു കേട്ടായിരുന്നു. ചായ കുടിക്കാൻ വന്ന് ചായയൊക്കെ കുടിച്ച് പോയി. അപ്പം നമുക്ക് നേരെ നമ്മുടെ കൃഷിയിടത്തേക്ക് ഇറങ്ങാം. അവിടെ ചെറിയൊരു പണിയുണ്ട്, അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കും. നമുക്ക് നേരെ കൃഷിയിടത്തേക്ക് പോവാം. അപ്പം ഇത് കണ്ടോ, ഈ ഒരു തൂമ്പ ഇതിൻ്റെ ഒരു വശം ഇങ്ങനെയാണ് കേട്ടോ, പിന്നെ ഒരു വശം ഇങ്ങനെയും. ഇത് ഞങ്ങൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. നമ്മൾ കൃഷി തുടങ്ങിയ സമയത്ത് മേടിച്ചതാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നപ്പം. അപ്പം ഇതാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. വലിയതൊക്കെ ആകുമ്പോൾ നമുക്ക് എടുത്ത് കളയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാവും, പിന്നെ നമ്മളെല്ലാം മടുത്തിട്ട് ആ സംഭവം ഇട്ടിട്ട് പോകും കേട്ടോ. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണിത്. വലിയ തൂമ്പയുണ്ട് കേട്ടോ. അപ്പം വലിയ തൂമ്പ നമ്മുടെ നെൽസൺ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പം നെൽസണും കൂടുന്നുണ്ട് കേട്ടോ. നെൽസൺ എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡൻ ബോയ് ആണ്. എന്താ പറയുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. നന്നായിട്ട് കൃഷിയൊക്കെ നോക്കും. അപ്പോൾ നെൽസൺ കുറച്ച് കഴിയുമ്പോൾ വരും. ഞാൻ അപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് പറിച്ചെടുക്കാന്ന് വിചാരിച്ചു. അയ്യോ, ഇതാരാണത്? നമ്മളെ തങ്കുമണി ഓട്ടത്തിലാ. അപ്പം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ തങ്കുവിന് തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തുറന്നു വിട്ട് അപ്പോൾ ഒരോട്ടാണ്. പിന്നെ എല്ലാവരും ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടോ വരിക. അപ്പോൾ ഇപ്പോൾ ചുറ്റിക്കറങ്ങി വന്നതാണ്. അപ്പോൾ തങ്കു അതിലേ ഓടിപ്പോയി. ഞാനിപ്പോൾ അവിടെയുള്ള ഈ വേണ്ടാത്ത ഇലകളൊക്കെ മുറിച്ച് കളയണം. അതായത് നമ്മുടെ ഈ ഒരു പന്തലിൻ്റെ അടിയിൽ 2-4 തക്കാളീൻ്റെ തൈ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചുരുണ്ട് വന്നിട്ടുണ്ട്. അതെന്തോ ഒരു തക്കാളീൻ്റെ രോഗമാണത്. അപ്പം ആ ഇലയൊക്കെ ഞാൻ പറിച്ചിടുമായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ചെറിയ തക്കാളി ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നു, അതും ഞാൻ പറിച്ച് കളയാണ്. വേറെ നമുക്ക് കുറേ മൂട് ചെറിയ തക്കാളി ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആവശ്യമില്ല തോന്നിയതുകൊണ്ട് അത് ഞാൻ പറിച്ച് കളഞ്ഞു കേട്ടോ. പിന്നെ ഇതാക്കണം, അവിടെ ഉണങ്ങി നിന്ന പയറിൻ്റെ മൂടൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ തങ്കുക്കൂട്ടനൊക്കെ ഉണ്ട് കേട്ടോ എന്നിപ്പോൾ പണിക്ക്. തങ്കുവിൻ്റെ മുടിയൊക്കെ വളർന്നു കേട്ടോ. ഇതൊക്കെ വെട്ടണം. ഞാൻ തന്നെ ആയിരിക്കും മിക്കവാറും വെട്ടുക, കാരണം ഇവിടെ ഗ്രൂം ചെയ്യുന്ന ആൾക്കാരൊന്നുമില്ല. അപ്പം നെൽസണൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിത് ബാക്കിയും കൂടെ ചെയ്യാൻ പോവാണ് കേട്ടോ. തങ്കുവേ എന്താണ്? ഭയങ്കര കാറ്റാണ് കേട്ടോ ഇവിടെ. കണ്ടില്ലേ, ചെടികൾ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുണ്ടാവും ഭയങ്കര കാറ്റാണ്. അതുകൊണ്ട് തന്നെ ചെടിയൊന്നും ഹൈറ്റ് വെക്കുന്നില്ല കേട്ടോ. എല്ലാ പണീൻ്റെ ഇടയിൽ ഉണ്ടാവും കേട്ടോ തങ്കുവിനൊരു കൈ നോക്കിയിട്ടില്ലെങ്കിൽ തങ്കുവിന് സമാധാനം ഉണ്ടാവില്ല കേട്ടോ. കണ്ടോ, പിന്നെ നമ്മളെ ചെറിയ ഉള്ളി പറിക്കാനായിട്ടില്ല തോന്നുന്നു. ചെറിയ ഉള്ളിയൊക്കെ വലുതായോ ദൈവമേ. ഇത് ചെറിയ ഉള്ളീൻ്റെ ഇതാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ പടർന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വഴുതനങ്ങയിലൊക്കെ ഇതാ പൂവിട്ടു കണ്ടോ, ഒരുപാട് പൂവിട്ടിട്ടുണ്ട്. ഇതിൽ കായ ഉണ്ടായിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പുറത്ത് പോയിട്ട് കാണിച്ചു തരാം. നല്ല ചീര ഒക്കെ ഉണ്ട്. ഈ ഒരു വഴുതന ഉണ്ടല്ലോ, നല്ല സോഫ്റ്റ് വഴുതനയാണ്. കാണാനും നല്ല ഭംഗിയുള്ള വഴുതനയാണ് കേട്ടത്. ഇതെനിക്ക് പിള്ളച്ചേട്ടൻ തന്നതാണ് കേട്ടോ. അയ്യോ, ഇത് എന്തോ ഒരു ജന്തു കടിച്ചിട്ടുണ്ടല്ലോ. ഇതാ കണ്ടോ, നല്ല സോഫ്റ്റ് വഴുതന. ഒരുപാട് വഴുതന ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനത്തെ നല്ലൊരു പിങ്ക് കളറായിരിക്കും. ഇത് കണ്ടോ, പിന്നെ വലുതാകുമ്പോൾ ഇങ്ങനെ. പക്ഷെ നമുക്ക് കറി വെക്കാൻ എന്താ വെച്ചാൽ ഇവിടെ മലാവിയിൽ കിട്ടുന്ന ചില വഴുതന ഉണ്ടല്ലോ, വലിയ നീട്ടമുള്ള വഴുതന, അതിൻ്റെ തോടിന് ഭയങ്കര കട്ടിയായിരിക്കും. പക്ഷെ ഇത് പിള്ളച്ചേട്ടൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് തോന്നുന്നത് ഇതിൻ്റെത്. കണ്ടോ, നല്ല സോഫ്റ്റാണ്, നല്ല വഴുതനയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പിള്ളച്ചേട്ടൻ കുറച്ച് തൈ തന്നതായിരുന്നു. അതൊക്കെ നട്ട എല്ലാ തൈയും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടത്. ഒരുപാട് ഉണ്ടാകുന്നുണ്ട് വഴുതന.
അപ്പം നമ്മളെ പയറിൻ്റെ ഇടയിൽ ചെറിയ തക്കാളി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ പറിച്ചെടുത്ത് കുറേ ഉണ്ട് ഇവിടെ തുരുതുരാണ്ട്. അപ്പം കുറച്ച് പറിച്ചെടുത്തു. ഇത് ആവശ്യമില്ലല്ലോ. ആ മണ്ണൊക്കെ മൊത്തം നമ്മൾ കളച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം ആവശ്യമില്ലാത്ത തക്കാളി തൈയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഈ പയറിൻ്റെ ഇലയും ഈ തക്കാളീൻ്റെ ഇലയും നമ്മൾ കളയില്ല. ഇത് വെട്ടി ചെറുതാക്കിയിട്ട് ഈ മണ്ണ് മിക്സ് ആക്കുമ്പോൾ അതിൽ ഇട്ട് മിക്സ് ആക്കും. കാരണം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ, മണ്ണിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഇതാണല്ലോ നമ്മുടെ പയറെന്ന് പറയണേ. അപ്പോൾ അതൊക്കെ ഇതിൽ തന്നെ ഇടും കേട്ടോ. നമ്മൾ ഇവിടെ രണ്ട് മൂന്ന് മൂട് തക്കാളി ഉണ്ട്. അത് മാത്രം ശരിക്കും അടിച്ചുറപ്പിച്ച് നിർത്തിയിട്ട് ബാക്കിയുള്ള ഈ കമ്പൊക്കെ ഊരിയെടുത്തിട്ട് ഈ മണ്ണൊക്കെ നമ്മളൊന്ന് ശരിയാക്കി എടുക്കും കേട്ടോ. അപ്പം നെൽസൺ ഇവിടെ തക്കാളീൻ്റെ തൈയൊക്കെ ശരിക്കും കെട്ടി കൊടുക്കുകയാണ് ഒരു കമ്പ് വെച്ചിട്ട്. ഞാനും കൂടെ എടുക്കണത് എന്നറിയാം കാണിക്കാത്തത്. വീഡിയോ എടുക്കാൻ ആരെങ്കിലും വേണ്ടല്ലേ, ശരിക്കും വീഡിയോ കിട്ടത്തില്ല. അപ്പം നമ്മൾ കൃഷി ചെയ്യുന്നത് നമുക്ക് ആരും നമ്മൾ മണ്ണിൽ കൊത്തുന്നതും കളക്കേണ്ടതും ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. കഴിഞ്ഞൊരു കമൻറ്റിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഗാർഡൻ ബോയ് ഇല്ലേ എന്നിട്ടാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നു എന്ന് പറഞ്ഞാണ്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു കമൻറ്റ് ഇട്ടെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ എനിക്ക് അവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്തായാലും നെൽസൺ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്, അല്ല നമ്മുടെ കൃഷിയൊക്കെ ശരിയാക്കി തരുന്നുണ്ട്. അതിനാണ് നമ്മളിവിടെ ഒരാളെ വെച്ചിട്ടുള്ളത്. പിന്നെ ആരൊക്കെ നമുക്ക് ഹെൽപ്പിനുണ്ടെങ്കിലും നമ്മളത് ഒന്ന് ശരിക്കും കെയർ ചെയ്തില്ലെങ്കിൽ, അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ സാധനം ഉണ്ടാവത്തില്ല കേട്ടോ. അത് വേറെ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ തക്കാളി തൈ കെട്ടിയിട്ടുണ്ട്. ഈ തക്കാളി തൈൻ്റെ ഈ ഇലകളൊക്കെ ഒന്ന് കളയരുത്. ഇതൊക്കെ എന്തോ അസുഖം വന്നു കണ്ട് മുരടിച്ച് പോയിട്ടുണ്ട്. ഇതിൻ്റെ കൈ ഭയങ്കര ഡ്രൈ ആയിരിക്കുന്നത് കണ്ടില്ലേ. ഇതിപ്പോൾ ഞാൻ ക്രീമൊക്കെ തേച്ചിറങ്ങിയതാണ്. അന്നേരം ഞാനൊന്ന് പോയി കൈ കഴുകിയിട്ട് എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൈ കഴുകി. അന്നേരം ഇതുവരെ ഉള്ളത് ഈ കൈപ്പത്തീൻ്റെ ഇവിടെ മാത്രം കണ്ടില്ല, വെള്ളം തട്ടിയെടുത്തത് ക്രീമൊക്കെ പോയി കേട്ടോ. ബാക്കിയുള്ളതും കുഴപ്പമില്ല. ഭയങ്കര ഡ്രൈനെസ്സാണ് ഇവിടെ നമ്മുടെ സ്കിന്നിനൊക്കെ. കാരണം അമ്മാതിരി തണുപ്പാണ്. വേനൽക്കാലമാണ് ഇപ്പോൾ. തണുപ്പിൻ്റെ മാസമൊക്കെ കഴിഞ്ഞിപ്പോൾ വേനലാണ്. പക്ഷേ ഇവിടുത്തെ തണുപ്പ് മാത്രം പോയിട്ടില്ല. കാരണം ഇതിൻ്റെ ചുറ്റോളം മൊത്തം മരങ്ങളാണല്ലോ, അതുകൊണ്ട് തണുപ്പ് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഈ ഇലയൊക്കെ കളയണത് എന്താണെന്നറിയോ, ഇത് തക്കാളിക്ക് ഒരു രോഗം ബാധിച്ചതാണ്. രോഗം ബാധിച്ച ഇലയാണിത്. ഇങ്ങനെ ചുരുണ്ട് പോണതില്ലേ, അതുകൊണ്ടാണ് ഞാനത് കളഞ്ഞത്. ഇതൊക്കെ കഴിയാനായ തക്കാളീൻ്റെ തയ്യ. നമ്മൾ പിന്നെ ഈ തക്കാളിയും കൂടി ഒന്ന് വലുതായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്നുള്ളൂ. തങ്കുമണ്ടൻ അവിടെ എന്തോ പണിയിലാണ് കേട്ടോ. തങ്കുവേ ഡാടാ പോണുണ്ടോ? മൂടും കുലിക്ക് ഇങ്ങനെ പോണതാണ് നല്ല രസമാട്ടത്. അപ്പം നമ്മൾ ഈ കോലൊക്കെ ഒന്ന് എടുത്ത് കളയുകയാണ്. കോലൊക്കെ എടുത്താൽ നമ്മൾ ഈ കോലൊന്നും കളയില്ല കേട്ടോ. ഇവിടെ എടുത്ത് സൂക്ഷിച്ച് വെക്കുക. ഇതിൻ്റെ മുകളിൽ തന്നെ വെക്കണം. പിന്നെ അപ്പുറത്ത് കുറച്ച് കോവക്കേൻ്റെ തൈയുണ്ട്. അതും കൂടെ ഈ ഒരു പന്തലിലേക്ക് നമുക്ക് പടർത്തണം കേട്ടോ. തങ്ക് ഇവിടെ കാര്യമായിട്ട് എന്തോ പണിയിലാണ്ട്. എന്താ പണി നോക്കട്ടെ. എടാ എന്താ പണി? ഈ പട്ടിക്കുട്ടികളുണ്ടല്ലോ, പുല്ല് തിന്നണത് എന്താണെന്നൊന്ന് പറഞ്ഞു തരണേ. ഇവനെ ഇടയ്ക്ക് പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ നീണ്ടിട്ടുള്ള പുല്ലുണ്ടല്ലോ, ആ പുല്ല് തിന്നും. അത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അതിപ്പോൾ പുല്ല് അന്വേഷിച്ച് പോവാണ്. പശുക്കുട്ടിയാണോ കുഞ്ഞേ നീ? പശുക്കുട്ടിയാണോ പുല്ലന്വേഷിച്ച് പോകാൻ? പുറത്ത് വിട്ട് ആകെ ചെളിയാവും. 1-2 ദിവസം കൂടുമ്പോൾ ഇതിനെ കുളിപ്പിക്കണം. ശരിക്കും കുളിപ്പിക്കാൻ പാടില്ലാത്തതാണ്. ഇവനെ പുറത്തയച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചെളിയാവും. പിന്നെന്താ വെച്ചാൽ ഞങ്ങൾ പുറത്തയച്ച് വിടുന്നത് എന്താണെന്നറിയോ, ഇവർക്കൊരു ഫ്രീഡം വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ പട്ടിക്കുട്ടികൾ ഞാൻ പറയണ കേട്ടിട്ടുണ്ട്, നല്ല ബെഡ് വേണം, നല്ല ഫുഡ് വേണം, അങ്ങനത്തെയൊക്കെ. പക്ഷെ ഇവരെ അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ വളർത്തണേം കൊണ്ടാണ് അവർക്ക് അങ്ങനെ വേണമെന്നൊക്കെ പറയുന്നത്. ഇതിനെ പുറത്തേക്ക് അയച്ചിട്ട് അതിന് ഒരു കുഴപ്പമില്ല, ഹാപ്പിയാണ്, എൻജോയ് ചെയ്ത് ഓടിക്കളിച്ച് നടക്കും. ആ പുല്ലിൻ്റെ ഇലയാണ് അത് കഴിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അരുണേട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പുല്ലിൻ്റെ ഇല കഴിക്കുന്നത് ഇവരെ വയറിന് എന്തെങ്കിലും, അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു എന്താ പറയുക, വയറ് വേദനയോ അല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും ചെറിയ ഇത് വരുമ്പോൾ അത് മാറ്റാനാണ് പട്ടിക്കുട്ടികൾ പുല്ല് തിന്നാതെന്ന് അറിഞ്ഞിട്ട് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതായിരിക്കും. തങ്കുന് മുടിയൊക്കെ വളർന്നു. ഞാൻ തന്നെ വെട്ടേണ്ടി വരും. ഇവിടെ ഒരു ഗ്രൂം ചെയ്യുന്ന ആൾക്കാരെ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ. ഇല്ലേ ഞാൻ തന്നെ വെട്ടും. ഞാൻ വെട്ടിയാൽ എന്താണെന്നറിയാം പ്രശ്നം, ഒന്നായിട്ട് വെട്ടിപ്പോവും, വെട്ടി കുറ്റിയാക്കി പോവും. അങ്ങനെയൊക്കെ വെട്ടാൻ അറിയുള്ളൂ. ഈ മരത്തിൽ ഈ പന്തൽ വെച്ച ഈ മരങ്ങളുണ്ടല്ലോ, ഭൂരിഭാഗവും ഞാൻ നമ്മുടെ ചിന്തേച്ചിയിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മരങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന കേട്ടോ. കാരണം ഇവിടെ ഒന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കയറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് എന്താ ഇതിനെ പറയുക, മുളേൻ്റെ ചെറുതുണ്ടല്ലോ, എന്തോ പറയുമല്ലോ, മറന്നുപോയി. അങ്ങനത്തെ സാധനവും ചെറിയ മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ.
അപ്പോൾ നെൽസൺ അവിടെ പന്തലിൻ്റെ ആ ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് അവിടുത്തെ പുല്ലും ഇതൊക്കെ പറിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. എനിക്ക് ഞാൻ ചില നേരത്ത് ഗ്ലൗസ് ഇടും, ചില നേരത്ത് ഗ്ലൗസ് ഇടുമല്ലോ കേട്ടോ. ചില ഇപ്പോൾ ഞാൻ പറിച്ച വള്ളിയൊക്കെ ഉണ്ടല്ലോ അതിൽ ചെറിയ ചെറിയ നാര് പോലത്തെ സാധനങ്ങളുണ്ട്. അതേപോലെ ചില നേരം എനിക്ക് മണ്ണിൽ സാധാരണ ഗ്ലൗസ് ഒന്നും ഇടാതെ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കരമായിട്ട് ചൊറിയും കേട്ടോ. എൻ്റെ കയ്യിൻ്റെ ഉള്ളിലുള്ള തൊലി ഉണ്ടല്ലോ കുറച്ച് സെൻസിറ്റീവാണ്. അതിപ്പം സാധാരണ എല്ലാവർക്കും ഈ ചേന നന്നാക്കിയാലാണല്ലോ കയ്യിൻ്റെ ഉള്ളനടി ചൊറിയ. എനിക്ക് ചേന നന്നാക്കിയാലല്ല, നമ്മളെ സാധാരണയുള്ള നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ, കിഴങ്ങ് നന്നാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വേഗം കൈ ചൊറിയും കേട്ടോ. അപ്പോൾ കിഴങ്ങ് ഏത് കിഴങ്ങാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളക്കിഴങ്ങുണ്ടല്ലോ, നാട്ടിലെ കിഴങ്ങ്, അത് നന്നാക്കിയിട്ടുണ്ടെങ്കിൽ ചൊറിയ. ഐറിഷ് പൊട്ടറ്റോ നന്നാക്കുമ്പോൾ ചൊറിയാറില്ല. അങ്ങനെ ചില സാധനത്തിനോടൊക്കെ കയ്യിൻ്റെ സ്കിന്ന് കുറച്ച് സെൻസിറ്റീവാണ് കേട്ടോ. അതാണ് ഞാൻ ഗ്ലൗസ് ഇട്ടത്. അപ്പോൾ അവിടുത്തെ പുല്ലൊക്കെ പറിച്ച് കളഞ്ഞ്, അത് എൻ്റെ ഒരു വള്ളിയായിരുന്നു കേട്ടോ. ആ വള്ളിയൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞ് എന്നിട്ട് സൈഡൊക്കെ ഈ ചെടീൻ്റെ ഈ ബെഡിൻ്റെ സൈഡൊക്കെ ഇളക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നെൽസൺ അപ്പുറത്ത് നിന്നിട്ട് പണി ചെയ്യുന്നുണ്ട്, അതിൻ്റെ കമ്പൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ഞാൻ ഇപ്പുറത്ത് നിന്ന് ചെറുതായിട്ട് മണ്ണൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്താൽ, ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് പണി തീർത്താലോ. ഞാൻ അങ്ങനെ കേട്ടോ ആലോചിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള കുറേ കമ്പുകളൊക്കെ ഞങ്ങളെടുത്ത് മാറ്റി. ഇപ്പോൾ തന്നെ നെൽസൺ ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ വേണം നമുക്ക് ഇനി ചാണകത്തിൻ്റെ പൊടിയൊക്കെ ഇടാൻ, എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഇവിടുന്ന് പറിച്ച് മാറ്റി വെച്ചിട്ടുള്ള പയറിൻ്റെ ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ള പുല്ലുകളുണ്ടല്ലോ, ഈ ചപ്പ് ചവറ്, ഇതൊക്കെ ഒന്ന് വെട്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല വളമായിട്ട് വരും. തക്കാളിയൊക്കെ ഒന്ന് രണ്ടെണ്ണം അവിടെ ഇവിടെയൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ തക്കാളി ഉണ്ടാക്കിക്കൊണ്ട് 2-3 ഗുണങ്ങളുണ്ട്. എനിക്ക് പുറത്തുനിന്ന് പോയി തക്കാളി വാങ്ങേണ്ട അവസ്ഥ വന്നിട്ടില്ല, ഇവർക്കും പുറത്തുനിന്ന് തക്കാളി വാങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. ഓരോ ദിവസം നമുക്കൊരു 10-20 തക്കാളി പറിക്കാൻ കിട്ടും. ഇവിടെ മാത്രമല്ല കേട്ടോ തക്കാളി, അപ്പുറത്തെ ഭാഗത്ത് ഒരുപാട് തക്കാളി ഉണ്ട്. അപ്പോൾ ഒരു 10-20 തക്കാളി എന്നും കിട്ടും. അപ്പം കുറച്ച് ഞാൻ എടുക്കും, കുറച്ച് പേർക്ക് കൊടുക്കും. വെറുതെ ഇവിടെ എന്താണെന്നറിയോ, 4 തക്കാളിക്കൊക്കെ 500 കോച്ചൊക്കെയാണ് പറയുക. വെറുതെ എന്തിനാ കുറേ പൈസ കൊടുക്കണേ നമുക്ക് തക്കാളി ഉണ്ടാകുമ്പോൾ. ഞാൻ കുറച്ചുകൂടെ നേരത്തെ ചെയ്യാന്നാട്ടോ വിചാരിച്ചത്. പിന്നെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പിന്നെ വീട്ടിലേക്കൊക്കെ പോകാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സമയമായി. പിന്നെ അങ്ങനെ ഇച്ചിരി വെയിലായിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മളിത് ഫുള്ള് തീർക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ ദിവസങ്ങളിൽ. ഇപ്പോൾ ചില ദിവസം കൃഷീൻ്റെ പണിയായിരിക്കും, ചില ദിവസം നമുക്ക് കുക്കിങ്ങിൻ്റെ പണി. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെയാണ് എഡിറ്റിങ്ങും കമൻറ്റിന് റിപ്ലൈ ഒക്കെ കൊടുക്കുന്നത്. എനിക്കറിയാം കുറച്ച് കമൻറ്റിന് റിപ്ലൈ ഒക്കെ പെൻഡിങ് ഉണ്ട്, പക്ഷെ അതൊക്കെ ഞാൻ വഴി അങ്ങനെ കൊടുക്കും കേട്ടോ. ഞാൻ എന്താണെന്ന് വെച്ചാൽ അരുണേട്ടൻ്റെ ഓഫീസിൽ പോകണതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് സ്കൂളിൽ പോയി നോക്കേണ്ട ആവശ്യം വരാറുണ്ട്. പിന്നെ കൃഷിയിൽ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എഡിറ്റിങ്ങും കമൻറ്റും റിപ്ലൈ ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തിരക്കിലായതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടല്ല. എല്ലാത്തിനും ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. മലാവി ഡയറിയിൽ കുറച്ച് പെൻഡിങ് ഉണ്ട്, ലൈഫ് ഓഫ് പെൻസുമിൽ ഏകദേശമൊക്കെ ഞാൻ കൊടുത്ത് തീർത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങളൊക്കെ. അപ്പോൾ ഇത് കണ്ടോ, ഇന്നിത് ഈ ഒരു ബട്ടർനട്ട് ആ ചെടിയിൽ നിന്ന് കിട്ടിയതാട്ടോ. കുറേ നാളിങ്ങനെ ഈച്ചയും പൂച്ചയൊന്നും കുത്താതെ സൂക്ഷിച്ചു കൊണ്ടുവന്നതാണ്. അപ്പം ഒരു ബട്ടർനട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ വലുപ്പമൊന്നുമില്ല, ചെറുതാണ്. അപ്പോൾ മണ്ണൊക്കെ ഏകദേശം നന്നാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ചാണകത്തിൻ്റെ പൊടി ഇടാൻ പോവാണ് കേട്ടോ. ഈ ചാണകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് നല്ലോണം മണ്ണ് ഇളക്കണം. എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് വെള്ളമൊക്കെ നനച്ചു കൊടുക്കണം. അപ്പോഴത്തേക്കിനും ഒരു 4-5 ദിവസമൊക്കെ കഴിഞ്ഞ് വിത്തൊക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ, 4-5 ദിവസം എന്നല്ല, ഇപ്പം തന്നെ വിത്ത് നടാൻ. എന്നാലും ഞാനൊരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ വിത്ത് നടാൻ പോണത്. അപ്പോഴത്തേക്കിനും ഈ ചാണകത്തിൻ്റെതൊക്കെ ആ മണ്ണിലേക്ക് പതുക്കെ ഇറങ്ങാൻ തുടങ്ങും. അപ്പം നമ്മൾ നടുന്ന വിത്തിന് പെട്ടെന്ന് ഗ്രോ ഉണ്ടാകുക, നല്ല ആരോഗ്യത്തോടെ നിൽക്കുകയൊക്കെ ചെയ്യും. പിന്നെ നല്ല പൊടിഞ്ഞ ചാണകമാണ് കേട്ടോ. ചാണകം നല്ലോണം അടിവളാക്കി കൊടുത്തിട്ട് വേണം നമുക്ക് വിത്തൊക്കെ നടാൻ. അപ്പം ചാണകം ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണ് നല്ലോണം ഇളക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഉണ്ടല്ലേ, ആ ഒരു തൂമ്പ മേടിച്ചതുകൊണ്ട് നമുക്ക് നല്ല ഉപകാരം കേട്ടോ. കളയ്ക്കാനും പറ്റും, മണ്ണ് ഇളക്കാനും പറ്റും കേട്ടോ. 2 ഉപകാരത്തിന് പറ്റും ഇത്. അപ്പം
അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മളെ കൃഷിയുടെ ഒക്കെ നേരെയാക്കി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ പുല്ലിടാൻ പോവുകയാണ്. പുല്ലും കൂടെ ഇട്ട് കുറച്ച് വെള്ളം നനച്ച് കൊടുത്തിട്ടുണ്ട്. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വിത്ത് നടും കേട്ടോ. പയർ തന്നെയാണ് ഇവിടെ നടുന്നത്. ഞാൻ വിചാരിക്കുന്നത് പച്ച കളറുള്ള പയർ നടാൻ വിചാരിക്കുന്നുണ്ട്. ഇതിപ്പം നമ്മൾ പറിച്ചെടുത്തത് വയലറ്റ് കളറുള്ള പയറായിരുന്നല്ലോ, മാറ്റിയിട്ട് പച്ച കളറുള്ള പയർ നടാന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത് അതിൻ്റെ കുറച്ച് വിത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നടാൻ വിചാരിക്കുന്നു. അപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു, ഇവിടെ മുടിയൊക്കെ ആകെ പാറിപ്പോയി കേട്ടോ. അപ്പോൾ തങ്കുക്കുട്ടനെ ഞാൻ കൂട്ടിലാക്കിയിട്ടുണ്ട്. തങ്കുവിനെ ഇപ്പോൾ ഒന്ന് ഗ്രൂം ചെയ്യിപ്പിക്കണം. ഞാൻ 2-3 നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ, ഫോൺ നമ്പർ. അതിലൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു നമ്പർ കൂടെ ഉണ്ട്, അതിൽ വിളിക്കണം. ഒരു ഹോസ്പിറ്റലിൻ്റെ ഇതിലുള്ളതാണ്. അപ്പോൾ അവരെ അവിടെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് തങ്കുവിനെ ഗ്രൂം ചെയ്യിപ്പിക്കണം. കാരണം തങ്കുവിനെ മുടിയൊക്കെ എന്താ പറയുക കുറച്ചധികം നീണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടണം. ഇനിയിപ്പോൾ അതും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ വെട്ടു കേട്ടോ. നമുക്ക് വേറെ ആരും സഹായം വേണ്ടെന്ന് പറയണ പോലെ ഞാൻ തന്നെ വെട്ടും. പക്ഷെ ഞാൻ വെട്ടുകയാണെങ്കിൽ ഒരുപാട് കുറ്റിയായിട്ട് വെട്ടിപ്പോകും. കാരണം നമ്മൾ ഇങ്ങനെ ഒപ്പം വെച്ച് വെട്ടി വരുമ്പോൾ ചിലപ്പോൾ ചില ഭാഗത്ത് കുറച്ച് കയറിപ്പോകും, കുറച്ച് ഇറങ്ങിപ്പോകും. അപ്പോൾ ഞാൻ പിന്നെയും വെട്ടും. അങ്ങനെയായിരുന്നു ഞാൻ വെട്ടിക്കൊണ്ടിരുന്നത്. കുറേയൊക്കെ 2-3 മാസം കൂടുമ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കത്രി വെച്ച് വെട്ടാറുണ്ട് തങ്കുവിൻ്റെത്. ഇതിപ്പോൾ കുറച്ച് വളർന്നിട്ടുണ്ട്, നമുക്ക് കൊണ്ടുപോയി വെട്ടിക്കണം. അപ്പം ഇനി അതൊക്കെ പരിപാടികളുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഓണമൊക്കെയാണല്ലോ വരുന്നത്. അപ്പം എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും എന്നറിയാം. അപ്പം നാളെ മുതൽ ഇപ്പം എന്താ പറയുക അത്തം തുടങ്ങുകയാണ്. ഓണപ്പൂക്കളൊക്കെ എല്ലാ വീടുകളിലും ഇട്ട് തുടങ്ങും. അപ്പോൾ ഞാനും ഇവിടെ അത്തം ഇടാൻ പോവാണ്. അപ്പം നാളെ നമുക്ക് അത്തത്തിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.